അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് ആരംഭിക്കുന്നു. പതിവ് പോലെ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴിയോ അതുപോലെ തന്നെ 95 44 845 840 എന്ന നമ്പറിലോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും നടക്കുന്ന ഈ ലൈവ് കൗൺസിലിൽ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമുക്ക് മൗലവിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൗലവി, നമുക്ക് ഈ ഒരു ആഴ്ചയിൽ ഒരേപോലത്തെ സമാനമായ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എല്ലാത്തിലും ഉള്ളത് കണ്ടൻറ് എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ അവിഹിതം, ഫോണിൽ മറ്റൊരു സ്ത്രീയുമായി ചാറ്റുന്നതും അവരുമായി ബന്ധമുണ്ടാകുന്നതും, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളാണ്. എനിക്ക് തോന്നുന്ന ഒരു 12-ലേറെ സഹോദരിമാർ ഒരേപോലത്തെ വിഷയം അയച്ചിട്ടുണ്ട്. ഒന്ന്, വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ കുട്ടികളെ ഓർത്ത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും പറ്റാവുന്ന ഒരു രൂപത്തിലൊരു മറുപടി നമുക്ക് ആദ്യത്തെ ഒരു ഇതിൽ കൊടുത്താൽ നന്നാവുമെന്ന്. അതായത് ഇപ്പം നമ്മളോട് വിശുദ്ധ ഖുർആൻ നമ്മളോട് സൂക്ഷിക്കാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ മുഖ്യസ്ഥാനങ്ങൾ, സ്വകാര്യതകൾ സൂക്ഷിക്കണം എന്ന് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൂറത്തുൽ മുഅ്മിനിൻ്റെ തുടക്കത്തിൽ സത്യവിശ്വാസികൾ വിജയിച്ചു എന്ന് പറഞ്ഞ് അവരുടെ വിശേഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നിസ്കരിക്കുക, നിസ്കാരത്തിൽ ഭക്തി കാണിക്കുക, സക്കാത്ത് കൊടുക്കുക, അമാനത്ത് പാലിക്കുക, അതിലൊരു കാര്യമാണെന്ത് വല്ലദിനഹും ലിഫുറൂജിയും ഹാഫിദുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നുള്ളത്. അപ്പോൾ അത് വളരെ പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ നല്ല സൂക്ഷ്മതയും നല്ല ഭക്തിയും ഒന്നും ഇല്ലാത്ത ആളുകൾ പലപ്പോഴും ഈ അപകടങ്ങളിൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വ്യാപകമായിട്ട് ഇത്തരം പരാതികൾ കാണാനുള്ള ഒരു അടിസ്ഥാനപരമായ കാരണം. സത്യത്തിൽ ഇതെന്ന് പറഞ്ഞാൽ മഹാപാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ്, ഗുരുതരമായ തെറ്റാണ്. അതായത് ഇപ്പോൾ ഖബറിൽ തന്നെ എന്ത് ചെയ്യാണ് ശിക്ഷ, പ്രത്യേകമായ ശിക്ഷകൾ പറയപ്പെട്ട ഒരു കാര്യമാണത്. പരലോകത്തും വളരെ ഇരട്ടിക്കിരട്ടി അവരുടെ ശിക്ഷയെ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് യുലായിഫുലഹുൽ അദാബ് എന്ന് പറഞ്ഞ അത്രയും ഗൗരവമുള്ള സംഗതിയാണ്. അപ്പോൾ എന്തുകൊണ്ടോ ഇതിൻ്റെ ഒരു ഗൗരവം നമ്മുടെ ആളുകൾക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ളത് നമ്മളിതിലൊരു പ്രധാന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവരോടൊക്കെ പറയണത്, നമ്മുടെ ഭർത്താക്കന്മാരായാലും നമ്മുടെ മക്കളാണെങ്കിലും ആരാണെങ്കിലും ഇസ്ലാമിൽ ഇത്തരം ഗുരുതരമായ തെറ്റുകളുടെ ഗൗരവത്തെക്കുറിച്ചും അതിൻ്റെ ശിക്ഷയെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ അതെല്ലാ സമയത്തും എന്ത് ചെയ്യണം, നമ്മുടെ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നമുക്ക് തന്നെ അറിയാൻ പറ്റും, വിവാഹിതനായ ആൾ വ്യഭിചരിച്ചാൽ അയാൾക്കുള്ള ശിക്ഷയും അവിവാഹിതൻ വ്യഭിചരിച്ചാലുള്ള ശിക്ഷയും തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. രണ്ടും വ്യഭിചാരമാണ്, രണ്ടും ഒരു വ്യക്തിന് സംഭവിക്കുന്നതാണ്. എന്താണ് അതിൻ്റെ വ്യത്യാസം? വിവാഹിതനായ ഒരുത്തൻ വ്യഭിചരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിത്ര ഗൗരവപരമായി കാണുന്നു. ഒരു എറിഞ്ഞു കൊല്ലണം എന്നൊക്കെ പറയുന്ന ശിക്ഷയിലേക്ക് എത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഭാര്യമാരാണല്ലോ ഇപ്പോൾ ഈ കംപ്ലയിൻ്റ് ചെയ്യുന്നത്, ഭർത്താവിന് അവിഹിതമുണ്ട് എന്ന്. അപ്പോൾ വിവാഹം കഴിച്ച ഇവരിൽ എങ്ങനെ അവിഹിതം സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യമാരുടെ കുറവ് കൊണ്ടോ അവരുടെ തകരാറ് കൊണ്ടോ ഒന്നുമല്ല. ചിലപ്പോൾ ചില സഹോദരിമാർ അങ്ങനെ പറയാറുണ്ട്, ഇയാൾ ഇങ്ങനെയൊക്കെ പോകാൻ കാരണം എൻ്റെ കുറ്റാണോ, എൻ്റെ തകരാറാണോ, ഞാൻ സഹകരിക്കാനായിട്ടാണോ, എൻ്റെ പ്രശ്നമാണോ എന്ന് ചോദിക്കലുണ്ട്. അത് നമ്മൾ പറയുന്നില്ല. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ, ഇത്തരം പ്രവണതകളുള്ള വ്യക്തികളെ എന്ത് ചെയ്യണം, ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ ഭാര്യമാർ വിചാരിച്ചാൽ സാധിക്കും. ഒന്ന്, അവർ ഈ തെറ്റ് ചെയ്യാൻ ഏറ്റവും അധികം പേടിക്കുന്നത് ഭാര്യമാരാണ്. വിവാഹിതനായ ഒരാൾ വ്യഭിചരിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ അയാൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത് എന്തിന്, രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ, ഹലാലായ വിവാഹം കഴിക്കാൻ പോലും പല ആൾക്കാരും പേടിക്കുന്നത് ആരെയാണ്, ഭാര്യമാർ. അപ്പോൾ ശരിക്കും എന്തുണ്ട്, ഭാര്യയ്ക്കൊരു കൺട്രോൾ ഭർത്താവിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇത്തരം തെറ്റുകളിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നതിനെക്കുറിച്ചുള്ള നല്ല ഒരു വാണിങ്ങും അതിനെക്കുറിച്ചുള്ള നല്ലൊരു ജാഗ്രതയും അതിനെക്കുറിച്ച് നല്ലൊരു ശ്രദ്ധയും ഒക്കെ എന്ത് ചെയ്യണം, ഈ സ്ത്രീകൾക്ക് ഉണ്ടാവുക എന്നുള്ളത് അവർക്ക് ചെയ്യാവുന്നൊരു പങ്കാണ്. അതേപോലെ തന്നെ എന്താ വെച്ചാൽ, പൊതുവെ എന്താ വെച്ചാൽ ഒരാൾ
സ്വന്തം ഭാര്യയിലൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെട്ട് അതിൽ സംതൃപ്തിയായി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വേറൊരു വഴി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് വിവാഹം കഴിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കണ്ണുകളെ സൂക്ഷിക്കാനും സ്വകാര്യത സൂക്ഷിക്കാനൊക്കെ പറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അതാണ്. ഇല്ലാ അല അസുവാജികം എന്ന് ഖുർആൻ പറയുന്നുണ്ട്, സ്വന്തം ഭാര്യമാരിൽ നിന്ന്. അതായത് അവിഹിതങ്ങളിലൂടെ കിട്ടുന്ന എല്ലാം ഭാര്യമാരിൽ നിന്ന് കിട്ടും. ഒരവിഹിതമായി നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന ഒരു പെണ്ണിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആർക്കുണ്ട്? നമ്മുടെ ഭാര്യക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നിടത്ത് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. അപ്പോൾ പല നിലക്കും ഭർത്താക്കന്മാരുടെ ഇത്തരം അവിഹിതങ്ങളെ കൺട്രോൾ ചെയ്യാനും അതിന് അവരെ ഒഴിവാക്കാനും ഭാര്യമാർക്ക് കഴിയും എന്നതാണ് ഒരു വശം. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ഇത് പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല. പൊതുവേ എന്താ വെച്ചാൽ ഒരു മതപരമായ ബോധവും ഇതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടൊന്നുള്ള ആൾക്കാർ പോവാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരെന്ത് ചെയ്യണം, ഈ ഒരു വിഷയത്തിൻ്റെ പിന്നാലെ കൂടുക എന്നുള്ളതല്ല, മൊത്തത്തിൽ എന്താണ് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ അവരിപ്പോൾ രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ അവർ രാത്രി നിസ്കാരത്തിന് നമ്മളെ കൂടെ കൂട്ടുന്നു, നമ്മളൊരു ലേണിംഗ് ക്ലാസ്സിന് ഖുർആൻ ക്ലാസ്സിന് പോവുകയാണെങ്കിൽ നമ്മളെ കൂടെ കൂട്ടുന്നു, നമുക്ക് എന്തെങ്കിലും ദീനിയായ ഒരു കാര്യം അറിവ് കിട്ടിയാൽ അത് നമ്മൾ ഭർത്താവുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, നമ്മുടെ കുട്ടികളുടെ ഭാവിയിലുള്ള ദീനി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവരുമായി ചർച്ച ചെയ്യുന്നു, അതിനെന്തൊക്കെ വേണമെന്ന് പറയുന്നു. ഇങ്ങനെ നമ്മുടെ ദീന് അയാൾക്കും ഷെയർ ചെയ്ത് അദ്ദേഹത്തെ കൂടെ ഈ കാര്യങ്ങൾ ബോധവൽക്കരിച്ച് നല്ല ദീനി കൂട്ടായ്മകളെ അദ്ദേഹത്തെ പങ്കെടുപ്പിച്ച് അത്തരം കൂട്ടായ്മകളുടെ കൂടെ അയാളെ നിർത്തി പിന്നെ അത്തരം ആളുകളോട് കമ്പനിയാകാൻ അവസരം കൊടുത്ത് പരമാവധി എന്ത് ചെയ്യാണ് ദീനിൻ്റെ അന്തരീക്ഷത്തിൽ നിർത്താൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും ഒരു പരിധി വരെ ഇതൊക്കെ എന്ത് ചെയ്യും ഒഴിവാകുന്നതാണ്. പിന്നെ ഇനി ഇങ്ങനെയൊക്കെ ആയിട്ടും ഇതൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിഹിതം ഭർത്താവിനുണ്ട് എന്നുള്ളത് ഭർത്താവിന് വേണ്ടെന്ന് വെക്കാൻ ഒരു സ്ത്രീക്ക് ന്യായമായ ഒരു കാരണമാണ്. പക്ഷേ സഹോദരിമാർക്ക് അത് പറ്റിക്കോളുന്നില്ല. അത് ഈ ഭർത്താവിനോടുള്ള ഒരു താല്പര്യം സ്നേഹം ഉണ്ടായിരിക്കും, മക്കളുണ്ടാവും, പിന്നെ ഇവിടുന്ന് കൊണ്ടും പോകാനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യും, ഭർത്താവിൻ്റെ എന്ത് അവിഹിതവും സഹിച്ച് അവരെന്ത് ചെയ്യാണ് നിൽക്കണം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരം അവിഹിതമായ ബന്ധങ്ങളുള്ള ആളുകളുടെ കൂടെ ജീവിച്ചാൽ അവർക്ക് എന്തുണ്ടാവില്ല, വേറെ ബന്ധങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇവരെ അവർ പരിഗണിക്കില്ല. അപ്പോൾ നമ്മളവിടെ ഒരു വേലക്കാരിയായിട്ട് ഇങ്ങനെ ജീവിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം മനസ്സുകൊണ്ടൊരു അറ്റാച്ച്മെൻറ്റ് ഇയാൾക്ക് ഇവരോട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കുകയാണ് നല്ലത്. ഒന്നെന്ത് ചെയ്യണം, നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഉണ്ടാവില്ല എന്ന് അയാൾക്കൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് അയാളെ പിന്തിരിപ്പിക്കാൻ പറ്റുക, അങ്ങനെ ശ്രമിക്കാം. അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നൊരു തീരുമാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തി നോക്കുക എന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്കൊരു ചോദ്യം വന്നിട്ടുള്ളത്, ആത്മഹത്യ അല്ലാതെ ഒരു പോംവഴിയില്ല, ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്, അതിൽ നിന്ന് പിന്മാറാൻ എന്താണ് ഒരു ഉപദേശമായി നൽകുന്നത്? ഈ ആത്മഹത്യ ഒരു പോംവഴിയാണെന്നാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ആത്മഹത്യ ഒരു പോംവഴിയാണോ? അല്ല. ആത്മഹത്യ എന്നുള്ളത് നിലവിലുള്ള പ്രശ്നത്തിന് ഏറ്റവും വലിയ പ്രശ്നത്തിലേക്കുള്ള ഒരു പോക്കാണ് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ എന്തെന്ത് പ്രശ്നങ്ങളിൽ അകപ്പെട്ടാലും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. എന്തെന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കത് പരിഹരിക്കാൻ പറ്റും. ഇപ്പം നമ്മളൊക്കെ കടം കൊടുക്കാണ്ട്, കടം വീട്ടാണ്ട് നമ്മളെത്തില്ല. നമ്മളെന്താണ്, അയാളെ പറ്റിക്കാനോ അയാളെ എന്തെങ്കിലും ചൂഷണം ചെയ്യാനോ ഒന്നും കടം വാങ്ങിയതല്ല. ഒരനിവാര്യ ഘട്ടത്തിൽ നമ്മൾ കടം വാങ്ങേണ്ടി വന്നു, തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ നിസ്സഹായാവസ്ഥ അയാളോട് പറയാം. അയാളത് സ്വീകരിക്കുന്നില്ലെങ്കിലും നമ്മളിങ്ങനെ ഒരു കുടുക്കത്തിൽ കുടുങ്ങി എന്ന് നാട്ടുകാരോടും അയൽക്കമ്പറ്റിനോടൊക്കെ പറഞ്ഞാൽ ഓലെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കും. അല്ലെങ്കിൽ നമ്മൾ ബന്ധുക്കളൊരു പരിഹാരം ഉണ്ടാക്കും. മനസ്സിലായില്ലേ? നമ്മൾ മരിച്ചാലോ ഇയാൾക്ക് എന്തെങ്കിലും ഈ പൈസ കിട്ടുമോ? ഇല്ല. നമ്മളെങ്ങോട്ടാ പോവുക? വലിയൊരു കടക്കാരനായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഇനി എന്തൊക്കെ അത് നമുക്ക് പുറത്തു തന്നാലും ഇത് നമുക്ക് പുറത്തു തരില്ല. അപ്പോൾ അതിൻ്റെ പ്രതിസന്ധിയിലായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുക. ഇനി എന്ത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. എന്തോ ഒരു പ്രശ്നങ്ങളാണെങ്കിലും ഇനി കടം തന്നു അല്ലെങ്കിൽ ഒരു അപമാനം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ദിവസം പുറത്തിറങ്ങാതെ നിന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഒന്ന് അള്ളാഹുടെ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് നമ്മൾ നല്ല നിലയ്ക്ക് ജീവിച്ചാൽ ആൾക്കാർ അതൊക്കെ മറന്നു പോകും. എന്തിനും പരിഹാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തില്ലേ, ആത്മഹത്യ എന്നുള്ളത് ഒരു പരിഹാരമായി കാണാൻ പറ്റില്ല. അത് ഒരു വലിയ പ്രശ്നമാണ്. പരലോക വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ശിക്ഷയിലേക്കും അള്ളാഹുവിൻ്റെ അദാബിലേക്കുമുള്ള ഒരു. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്ന സമയത്തുള്ള പ്രയാസങ്ങൾ, ആ മരണത്തിൻ്റെ വേദനകൾ, അതിനുശേഷമുള്ള ഖബർ ശിക്ഷ, അതിനുശേഷം ഈ ആത്മഹത്യക്കുള്ള ശിക്ഷ, അങ്ങനെ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ആത്മഹത്യയെ ഒരു പരിഹാരമായി കാണരുത്. അത് ആ സന്ദർഭത്തിൽ തോന്നുന്നൊരു തോന്നൽ മാത്രമാണ്. അത് പിശാച് നമുക്ക് അലങ്കാരമായി കാണിച്ചിട്ടാണ്.
ഇന്നലെ പോലും ഒരാൾ ചോദിച്ചു, ഇപ്പോൾ ട്രെയിനിൻ്റെ മുന്നിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്യും. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷൻ നമ്മളെ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സൂചി അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഒരു സിസ്റ്റർ നമ്മുടെ അടുക്കലേക്ക് സൂചിയായിട്ട് വരുമ്പോഴൊക്കെ ആ വേദനയെ നമ്മൾ മുൻകൂട്ടി കാണും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെപ്പറ്റി ഭയപ്പെടും. ആ സമയത്ത് ഈ ട്രെയിനിൻ്റെ നമ്മുടെ ഇരുമ്പിൻ്റെ ചക്രങ്ങൾക്കിടയിൽ കിടക്കുന്നതിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരാൾക്കത് ചെയ്യണ്ടാന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ് എന്നൊരാൾ നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതൊക്കെ നല്ലതായി തോന്നുകയും ഇത് പ്രശ്നപരിഹാരമായി തോന്നുകയും ആശ്വാസമാക്കി തോന്നുകയൊക്കെ ചെയ്യുന്ന തോന്നലുകൾ പിശാച് നമുക്ക് തരുന്ന ഒരു ധൈര്യമാണ്. ആ ധൈര്യം നമ്മുടെ ജീവിതത്തെ ഇഹലോകത്തെയും പരലോകത്തെയും നശിപ്പിക്കാൻ വേണ്ടി പിശാച് തരുന്ന ഒരു ധൈര്യം മാത്രമാണ്. അതുകൊണ്ട് ആത്മഹത്യ ഒരു പരിഹാരമല്ല. നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുക, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക. നമ്മളേറ്റവും മാനസികമായി എടുത്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാലൊരു പരിഹാരം ഉണ്ടാക്കും. എന്ത് പ്രശ്നമാണെങ്കിലും പരിഹരിക്കാൻ പറ്റും. ഇപ്പോൾ എന്നോടൊരാൾ പറയാണ്, ഇനി ഞാനൊരു പ്രശ്നത്തിലാണ്, എനിക്കിതിനൊരു പരിഹാരമില്ല എന്ന് അയാൾ പറഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അയാൾക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് അത് പരിഹരിക്കാൻ പറയാൻ പറ്റുന്ന ആളോട് ചോദിച്ചാൽ ഒരു പരിഹാരം അതിന് കിട്ടും ഇൻഷാ അല്ലാഹ്. ഒരു സഹോദരിയുടെ ഒരു ചോദ്യമാണ്. അവർ 2 വർഷമായി ഭർത്താവിൻ്റെ ഡിവോഴ്സായി അവർ ജീവിക്കുന്നു. 3 കുട്ടികളുണ്ട്. 36 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. ഭർത്താവുമായിട്ട് അകന്നു. 2 വർഷം അകന്ന് ജീവിച്ചു. പിന്നീട് അവർ ഡിവോഴ്സായി. ഭർത്താവിൻ്റെ വിവാഹം പെട്ടെന്ന് വേറെ വിവാഹം ചെയ്തു. അയാൾ സുഖമായി ജീവിക്കുന്നുണ്ട്. കുട്ടികളിടക്കൊക്കെ ഉപ്പാൻ്റെ അടുത്ത്, ഭർത്താവിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നു. ആ സമയത്ത് അവരാലോചിക്കുന്നത്, കുട്ടികളില്ലാതിരിക്കുന്ന സമയത്ത് അവർ തീർത്തും ഒറ്റപ്പെട്ടതുപോലെ അവർക്ക് ഉണ്ട്. അപ്പോൾ അവരിപ്പോൾ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, വേറൊരു വിവാഹത്തിന് ഒരുങ്ങണോ? കല്യാണാലോചനകൾ വരുന്നു, ചെറുപ്പമാണല്ലോ, അപ്പോൾ കല്യാണാലോചനകൾ വരുന്നു. അപ്പോൾ കുട്ടികൾ ഒരു തടസ്സമാകുമോ? ഇനി കുട്ടികളെ ഏറ്റെടുക്കാൻ തയ്യാറായ ആളുകൾ ഉണ്ടാകുമോ? ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവർ വല്ലാതെ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ 2ാം വിവാഹം അതൊരു സാധ്യമാണോ? പിന്നെ അത് ഇനിയിപ്പോൾ അങ്ങനെ നടന്നാൽ സമാധാനപരമായ ഒരു ജീവിതം ഉണ്ടാകുമോ എന്നൊക്കെയാണ് അവർ വലിയ സങ്കടത്തിൽ അവർ ചോദിച്ചിട്ടുള്ളത്. ഇതെന്താ അറിയോ, പിന്നെ നമ്മളിപ്പോൾ കുറേ പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന് പറയുന്നുണ്ട്. അവർക്ക് ജോലിയുണ്ട്, വാപ്പുണ്ട്, അവർക്ക് സമ്പത്തുണ്ട്, സൗകര്യമുണ്ട് എന്നൊക്കെ അവർ പറയും. എന്തൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ പ്രകൃതിപരമായ ഒരവസ്ഥ അനുസരിച്ചിട്ട് 2 കാര്യങ്ങളില്ലാതെ മനുഷ്യന് ജീവിച്ചു പോകാൻ പറ്റില്ല. അതിലൊന്നാണ് എന്ത്? നമ്മുടെ സ്വകാര്യമായ ആവശ്യങ്ങൾ. ഭക്ഷണം പോലെ, വെള്ളം പോലെ മനുഷ്യൻ്റെ പ്രകൃതിപരമായ ആവശ്യമാണ് സെക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വല്ല അപകടങ്ങളിലോ അല്ലെങ്കിൽ വല്ല വ്യഭിചാരങ്ങളിലോ തിന്മകളിലോ ഒക്കെ അകപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ആ നിലക്ക് എന്ത് ചെയ്യണം? അത് വിവാഹത്തിലൂടെ മാത്രം നടക്കുന്ന കാര്യമാണ്. മറ്റെന്തും നമുക്ക് എങ്ങനെ നടത്താം. അപ്പോൾ വിവാഹം വേണോ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ വിവാഹത്തിലൂടെ മാത്രം നടക്കുന്ന ഒരു കാര്യം നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് വിവാഹം വേണമല്ലോ. അതെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ അവൻ്റെ കൂടെ വേണം. പക്ഷേ ലോകത്ത് ഭാര്യയും ഭർത്താവുമല്ലാതെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നൊരവസ്ഥ വേറൊരു ബന്ധങ്ങളിലുമില്ല. മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് മക്കൾ കുറേ ഉണ്ടാവും, മനസ്സിലായി. സഹോദരങ്ങളാണെങ്കിൽ അവർക്ക് താഴെ മേലൊക്കെ ആൾക്കാരുണ്ടാവും. ഫ്രണ്ട്സ് ആണെങ്കിൽ പല ഫ്രണ്ട്സും ഉണ്ടാവും. പക്ഷേ ഭാര്യയ്ക്ക് ഒരു ഭർത്താവുള്ളൂ, ഭർത്താവിനൊരു ഭാര്യ. അതുകൊണ്ട് ലോകത്ത് തന്നെ സമാനതകളില്ലാത്ത സ്നേഹവും ബന്ധമാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത്. അപ്പോൾ ആ സ്നേഹം ഒരു മനുഷ്യന് ആവശ്യമാണ്. നമ്മുടെ വിഷമങ്ങൾ തുറന്നു പറയാനും, നമ്മുടെ ഉള്ളു തുറക്കാനും, നമ്മളെ ശ്രദ്ധിക്കാനും, നമ്മുടെ രോഗാവസ്ഥകളിലും ആരോഗ്യാവസ്ഥയിലൊക്കെ നമ്മളെ കൂടെ നിൽക്കാനും, നമ്മളെല്ലാം അന്വേഷിക്കാനും ചോദിക്കാനും, നമുക്ക് എന്തെങ്കിലും വന്നാൽ നമുക്ക് വേണ്ടി വേദനിക്കാനും, നമ്മളെക്കുറിച്ച് ഓർക്കാനും, നമുക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്ന ഒരാത്മബന്ധം ഒരാൾ നമുക്ക് വേണം. അപ്പോൾ ഈ കാരണങ്ങളെ കൊണ്ടൊക്കെ തന്നെ വിവാഹം വേണം. അപ്പോൾ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹിതരാവണം എന്നാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ്. മനസ്സിലായി. വിവാഹം എന്നുള്ളത് ഒരിക്കലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല എപ്പോൾ വിജയകരമാണെങ്കിൽ. ഇപ്പോൾ ഈ ചോദിച്ച മാതിരി രണ്ടാമതൊരാൾ, ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഭാര്യമാരുള്ള ആൾക്കാർക്ക് ഒരു പൂതി ഉണ്ടാവും, ഒരു വിധവനെ കാണുമ്പോൾ ഒന്ന് കല്യാണം കഴിച്ച ആളാണ്. മനസ്സിലായി. ആ പൂതി പറഞ്ഞാൽ എന്താ വെച്ചാൽ ആ സ്ത്രീയെ തൽക്കാലം തൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ള ഒരു പൂതി മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്കില്ല. മനസ്സിലായി. അയാളുടെ ഭാര്യ ഒന്ന് വാശി പിടിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങി പോവാന്ന് പറഞ്ഞാൽ എന്നാൽ അയാൾ എന്ത് ചെയ്യും?
ഒരു ഉത്തരവാദിത്വമില്ലാതെ ചിലപ്പോൾ ഇറങ്ങിപ്പോവും. അങ്ങനത്തെ ഒരു വിവാഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. കഴിയുന്നതും എന്താണെന്ന് വിചാരിച്ചാൽ അവരെ ഇഷ്ടപ്പെട്ട് സമ്പൂർണ്ണമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഭാര്യമാരില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്താണ് അത് കുറച്ചും കൂടി സുരക്ഷിതമാണ്. അതിൻ്റെ അർത്ഥം രണ്ടാമത് വിവാഹത്തിന് തയ്യാറാവേണ്ടെന്നർത്ഥം. പക്ഷെ രണ്ടാമതൊരു ഭാര്യയായിട്ട് സ്വീകരിക്കുകയാണെങ്കിലും അതൊരു ഭാര്യ എന്നുള്ള നിലക്കുള്ള സമ്പൂർണ്ണ സംരക്ഷണവും സുരക്ഷിതത്വവും തനിക്ക് കിട്ടും എന്ന 100% ഉറപ്പോടുകൂടെയാണ് എന്ത് ചെയ്യേണ്ടത്, അത് മുന്നോട്ട് പോകേണ്ടത്. എന്തായാലും നല്ലൊരു വിവാഹത്തിലൂടെ ദീപർക്ക് ഒരു ജീവിതത്തിൽ തന്നെ പല വിവാഹങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ ജീവിതങ്ങൾ അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റിയ എത്രയോ സഹോദരിമാരുണ്ട്. ഒരു ഭർത്താവിനോട് സ്നേഹം ജീവിച്ചു, അയാൾ മരിച്ചു, പിന്നെ അതിനേക്കാളും സ്നേഹത്തോടെ വേറൊരാൾ വിവാഹം കഴിച്ചു, അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും. അതിനൊക്കെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് എന്താണ്, വിവാഹം കഴിക്കണം എന്ന് തന്നെയാണ് അവർ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇതിന് തടസ്സമായി തോന്നുന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്ക് താനൊരു വിവാഹം കഴിക്കുന്നതോടുകൂടെ കൂടുതൽ സൗകര്യവും കൂടുതൽ ക്ഷേമവും കൂടുതൽ സുരക്ഷിതത്വവും ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കാനൊരു രക്ഷിതാവും ഒക്കെ വരും എന്നുള്ള ഒരു ഉറപ്പോടുകൂടിയും അതിന് പറ്റാവുന്ന രൂപത്തിലുമായിരിക്കണം വിവാഹം കഴിക്കേണ്ടതെന്ന് മാത്രം. അവർക്ക് ഹൈറായ ഒരു കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെ ഒരു സഹോദരൻ്റെ ഒരു ചോദ്യമാണ്. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ നമ്മളൊരാളോട് തെറ്റ് ചെയ്താൽ അത് ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കണം എന്നാണല്ലോ ഒരു വ്യക്തിപരമായിട്ട് അതിൻ്റെ ആമുഖം അങ്ങനെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അയാളുടെ സുഹൃത്തിൻ്റെ ഭാര്യയുമായി അയാൾ ഒരു അവിഹിത ബന്ധം ഉണ്ടാക്കി. പക്ഷേ എല്ലാം സെക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അയാൾക്ക് കുറ്റബോധം ഉണ്ടായത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ, പക്ഷെ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ. അപ്പോൾ ഇനി അയാളോട് ഈ കാര്യം പറയാമെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നമാവും. കാരണം ഇതുവരെ ഇയാൾ അറിഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ അത് മാപ്പ് ചോദിക്കണമെങ്കിൽ ഇയാളോട് പറയണല്ലോ. അപ്പോൾ എന്താണ് ഇയാൾ ചെയ്യേണ്ടതെന്നാണ് അയാൾ ചോദിക്കണത്. അതെന്ന് വെച്ചാൽ നമ്മൾ അതിപ്പോൾ അയാളോട് ചെയ്തൊരു തെറ്റാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത്. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളെ പറ്റിയൊരു അപരാധം പറഞ്ഞു, അത് നിങ്ങളെ അഭിമാനത്തെ ഞാൻ ക്ഷതമേൽപ്പിച്ചു, അങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ നമ്മളത് പറയാം. നിങ്ങളൊരു സത്യം ഞാൻ മോഷ്ടിച്ചു, അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് തിരികെ തരണം. അങ്ങനെയാണ് നമ്മളെന്ത് ചെയ്തു വെച്ചു, വ്യഭിചാരം എന്ന് പറയുന്ന ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തു. അത് ആ വ്യഭിചാരം എന്ന് പറയുന്ന തെറ്റിന് നമ്മൾ പശ്ചാത്തപിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവോടാണ്. മനസ്സിലായി? അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഈ കക്ഷിയോട് പറയുന്നത് കൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നും അതുകൊണ്ടില്ല. ഒന്നെന്താ വെച്ചാൽ ഇയാൾക്ക് ചിലപ്പോൾ തൗബീഖ് കിട്ടും, ഇയാൾ രക്ഷപ്പെടും. പക്ഷേ അയാളെ ഭാര്യ അങ്ങനെ ചെയ്തു എന്ന് അയാൾ അറിയുന്നതോട് കൂടെ ആ ഭാര്യനെ ഉൾക്കൊള്ളാൻ ജീവിതകാലം മുഴുവൻ പറ്റൂല. അപ്പോൾ ഇയാൾ പറയുന്നത് കൊണ്ട് ഒരു ബന്ധം തകരലേ ഉണ്ടാവുള്ളൂ. അതാണ് ഏറ്റവും സംഭവിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് സമയത്തും ഈ ഭാര്യ ഒരു സംശയത്തിന് നിഴലിലായിരിക്കും. അവളെങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും, പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടൊരു കുടുംബം തകർക്കുക എന്നുള്ളത് ഇതുകൊണ്ട് നടക്കുന്നു. ഇദ്ദേഹം ഇതെന്താണ്, ഗുരുതരമായൊരു തെറ്റാണ് ചെയ്തത്. തൻ്റെ തെറ്റുകൾ നമ്മൾ മറച്ചു വെച്ചാൽ അള്ളാഹു മതി മറച്ചു വെക്കും. ഒരിക്കലും നമ്മൾ ചെയ്ത തെറ്റൊരാളോട് നമ്മൾ പറയേണ്ട കാര്യമില്ല. പിന്നെ മാത്രമല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എപ്പോഴും ഒരു സുമഅത്ത്, ഒരു നല്ല വിചാരവും നല്ല കേൾവിയും എല്ലാവരെക്കുറിച്ചും ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ അപരാധം പറയുന്ന ആളുകൾക്ക് കഠിനമായ ശിക്ഷയും വ്യഭിചാരോപണം വേണമെങ്കിൽ 4 സാക്ഷികൾ വേണമെന്നൊക്കെ പറയാനുള്ള കാരണം അതാണ്. അത് വെറുതെ ആ വാർത്ത മറ്റൊരാളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്തല്ല, നല്ലൊരു കാര്യമല്ല എന്നാണ്. അതുകൊണ്ട് പുറത്ത് കിട്ടാൻ ഒരാളുടെ മാപ്പ് വേണം എന്ന് പറയുന്ന ഗണത്തിൽ ഇതിനെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഉത്തരം അല്ലാഹു. അടുത്തൊരു സഹോദരിയുടെ ചോദ്യമാണ്. അവർ ചോദിക്കുന്നത്, ഭർത്താവിനൊരു ആൺ സുഹൃത്തുമായിട്ട് അവിഹിത ബന്ധമുണ്ട്. അയാൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അയാൾ പശ്ചാത്താപം ചെയ്യാതെ തൗബ ചെയ്യാതെ ഇരിക്കുന്ന കാലത്തോളം അയാളുടെ കൂടെ ജീവിക്കേണ്ടതുണ്ടോ? അയാളുടെ കൂടെ ജീവിക്കുന്നത് അവർക്ക് പോലും തെറ്റാവുകയില്ലേ? ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മയും വാപ്പയും പറഞ്ഞു, എന്ത് അത് അവനും പഠിച്ചവനുമായിട്ട് ആയിക്കോളും, നീ അതൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ മാനസികമായി ഞാൻ ഇയാളായിട്ട് അകലം കുറഞ്ഞു വരുന്നു. ഞാൻ തെറ്റിലേക്ക് പോകുമോ എന്ന് ഭയപ്പാടും എനിക്കുണ്ട്. എന്താണ് ഞാൻ എടുക്കേണ്ടത്? അല്ല, ഇയാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യവും തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട, അയാളെ വേണ്ടെന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതില്ല നമ്മൾ പറയണില്ല. പക്ഷെ അതവർക്ക് ബോധ്യപ്പെടണം, തെളിവുകൾ വേണം എന്നുള്ളതാണ്. പിന്നെ വേറൊന്നെന്താ വെച്ചാൽ, ഇനി വേണ്ടെന്ന് വെക്കാതിരിക്കാമെന്ന് വിചാരിച്ചോളൂ. വേണ്ടാന്ന് അയാളെ കൂടെ തന്നെ തുടരാം എന്നാണ് തീരുമാനിക്കണതെങ്കിൽ ഒരു പ്രശ്നം. ഒന്നെന്താ വെച്ചാൽ, ഇത്തരം ഹോമോസെക്സുകൾക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാരെ അവർക്ക് എന്തില്ല, ആവശ്യമില്ല. അവർക്ക് അതിനോടായിരിക്കും താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായി എന്താ വെച്ചാൽ
അത്തരം ഒരാളിലൂടെ എന്ത് ചെയ്യണം, ഇവരുടെ ഒരു വിവാഹത്തിലൂടെ ഇവർ ലക്ഷ്യമാക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിർവഹിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ്. ഒന്ന്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഇത്തരത്തിൽ ഒരു വിഹിതങ്ങളിലേക്ക് പോകുന്ന വ്യക്തിയാണ് അയാൾ പൊതുവെ ദീനിനോടൊരു സൂക്ഷ്മത കുറവുള്ള ഒരാളാണ്. മനസ്സിലായി? അപ്പോൾ സ്വാഭാവികമായും ദീനിൻ്റെ രംഗത്തൊരു പ്രതീക്ഷയൊന്നും അയാളെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, വരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ നമ്മളെന്താ വെച്ചാൽ ഒരാളെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ, അതായത് ഒരു വെറുപ്പുള്ള ഒരാളെ, ഇത്തരം ഹോമോസെക്സ് ഒക്കെ ചെയ്യുന്ന ഒരാളെ എന്ത് ചെയ്യാണ്, നമ്മൾ മനസ്സോട് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടാത്ത ഒരാളെ പരിചരിച്ച് പോകുക, അയാളെ വസ്ത്രം അലയ്ക്കുക, അയാൾക്ക് തിന്നാൻ കൊടുക്കുക, അയാളെ കൂടെ കിടന്നുറങ്ങുക, അയാളുടെ അത് ഒരാൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഉൾക്കൊള്ളാത്ത ഒരാളോട് ജീവിക്കാനാണ്. ഈ കാരണങ്ങളൊക്കെ വെച്ച് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരുപക്ഷെ അയാൾ ഇവരിത് വേണ്ടെന്ന് വെച്ചാൽ മറ്റൊരു ജീവിതം അവർക്ക് നല്ലത് കിട്ടിയേക്കാം. അല്ല, ഇയാളെ മാറ്റിയെടുക്കാൻ വല്ല അവസരങ്ങളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല മാർഗം. അതിനെപ്പറ്റി ആലോചിക്കാവുന്നതാണ്. ഒരു സഹോദരൻ ചോദിക്കുന്നത്, അദ്ദേഹം ഒരു ഗൾഫിലാണ്, വിദേശത്താണ്. ഒരു സമാധാനത്തിന് വേണ്ടി വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഭാര്യ ഒരു പ്രകോപിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരമാണ് ഉണ്ടാവുക. അപ്പോൾ അവളും ഇതുപോലെ തന്നെ ചൊറിയുമ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യും, നിയന്ത്രണം നഷ്ടപ്പെട്ട് അങ്ങോട്ടും അതുപോലെ തന്നെ അനാവശ്യമായ വാക്കുകളൊക്കെ ഞാനും അങ്ങോട്ട് പറയും. അപ്പോൾ നിയന്ത്രിക്കാൻ കഴിയില്ല. ഒന്നും അതാണ്, നിയന്ത്രിക്കാൻ കഴിയില്ല. ഇതൊക്കെ തെറ്റാകുമോ, അതിനൊക്കെ കുറ്റം കിട്ടുമോ എന്നാണ് അയാളുടെ ഒരു ചോദ്യം. ഇതിപ്പോൾ എന്താണ്, ഇവർക്ക് കൂടെ ജീവിക്കാൻ പറ്റണില്ല, ഒന്നിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, രണ്ടാളും രണ്ട് ലോകത്താണ്. പിന്നെ ആകെ കിട്ടുന്നത് എന്താണ്, ഈ ഫോൺ ചെയ്യുമ്പോഴുള്ള ഒരു മാനസിക അടുപ്പവും സന്തോഷവുമാണ്. അത് ഫോൺ ചെയ്യും തോറും അത് കൂടുതൽ മാനസിക ആഘാതങ്ങളിലേക്കും വിഷമങ്ങളിലേക്കും മാനസിക അകൽച്ചകളിലേക്കും പോവുകയാണെന്ന് പറയുമ്പോൾ എത്ര ഭയാനകമാണ് അവരുടെ ജീവിതാവസ്ഥ. അപ്പോൾ തീർച്ചയായും അവർ രണ്ടുപേരും ഇതൊന്ന് മാറേണ്ടതുണ്ട്. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് തമ്മിൽ കാണാത്ത ഏറ്റവും ഭൂമിയിൽ തന്നെ ഏറ്റവും അധികം സ്നേഹത്തോടെ കഴിയേണ്ട ആളുകൾക്ക് എന്തുകൊണ്ടാണ് വർത്തമാനം പറയാൻ പറ്റാത്തത്? അത് നമ്മളിവിടെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾക്ക് ആരോടും സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മളോടൊക്കെ ദേഷ്യപ്പെടുന്നുണ്ടോ? ലോകത്ത് ആരോടും നമുക്ക് വളരെ തന്മയത്വത്തോടെ സംസാരിക്കാൻ പറ്റും. എന്നാൽ ലോകത്ത് ഏറ്റവും അധികം ഹൃദയബന്ധം പുലർത്തേണ്ട ഭാര്യയ്ക്കും ഭർത്താവിനും, അതും രണ്ടാളും കടത്ത ദൂരത്ത്, എന്നിട്ട് അവർക്ക് എന്താണ്, ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഫോൺ കിട്ടുമ്പോൾ സന്തോഷമുള്ള വർത്തമാനം പറഞ്ഞിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനൊരു ചില കാരണങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും ഏറ്റവും അടുത്ത വ്യക്തികളെന്ന നിലക്ക് ജീവിതത്തിൽ എന്തും തുറന്നു പറയാൻ അവർക്ക് തമ്മിലാണ് പറ്റുക. ലോകത്ത് ആരോടവർക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല. ആരോട് ദേഷ്യപ്പെട്ടാലും അതൊക്കെ പ്രശ്നങ്ങളാവും. അപ്പോൾ എന്താ വെച്ചാൽ, ഉള്ളിലൊതുക്കിയിട്ടുള്ള ഈ വേർപാടിൻ്റെയും അകന്നു നിൽക്കുന്നതിൻ്റെയും ഭർത്താവ് ഗൾഫിലായതുകൊണ്ടുണ്ടാകുന്ന ജീവിത ഭാരത്തിൻ്റെ വിഷമങ്ങളും ഇങ്ങനെ മനസ്സിൽ നീറി നിൽക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും എന്താണ്, എന്തും പറയാനും ചെയ്യാനും പറ്റുന്ന ആളെ കാണുമ്പോൾ എന്താണ്, നമ്മുടെ വികാരങ്ങളൊക്കെ അയാളെ മേലെ പ്രകടിപ്പിച്ചിട്ട് നമ്മൾ മനസ്സിന് ചെറിയൊരു സമാധാനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ പൊട്ടിത്തെറികളൊക്കെ. പക്ഷേ അതൊക്കെ പിശാചിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെന്താ നല്ലതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് രണ്ടാൾ സരിക്കും നമ്മളെന്തിനാണ് വെറുതെ അങ്ങോട്ടും ചൂടാവണത്. അതുകൊണ്ട് അണക്കെൽപ്പം ഒരു മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ടേക്കാൻ നീ പറയേണ്ടത്, ഞാൻ ഏതായാലും തീരുമാനിച്ചു, എന്ത്, നീ എങ്ങനെ ഫോൺ ചെയ്താലും എങ്ങനെ സംസാരിച്ചാലും ഞാൻ എന്നോട് മാന്യമായിട്ടേ സംസാരിക്കുള്ളൂ എന്നാ ഞാൻ തീരുമാനിച്ചു. ഇനി ഞാൻ അതിന് പുറകോട്ടില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ അതോടുകൂടെ അവസാനിച്ചു ഈ പരിപാടി. ഒരാൾ തീരുമാനിച്ചാൽ മതി. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, എങ്ങനെ ദേഷ്യപ്പെട്ടാലും എന്ത് പറഞ്ഞാലും ഞാൻ ഇനി അതിനൊന്നും പോകണില്ല, അവളേതായാലും അവിടെ ഒറ്റക്കല്ലേ, ഞാൻ നല്ല നിലയ്ക്ക് സംസാരിക്കുള്ളൂ എന്നിപ്പോൾ അയാൾ ചോദ്യം ചോദിച്ചാൽ ആരാണെങ്കിൽ അയാൾ തീരുമാനിച്ചാൽ ബാക്കി തീരും. എന്തായിരുന്നാലും ഇത് വലിയൊരു നഷ്ടമാണ്. ഫോണിലൂടെ കിട്ടുന്ന ഒരു സമാധാനം പോലും ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത്. പിന്നെ ഒരു സഹോദരിയുടെ ഒരു ചോദ്യമാണ്, അവരുടെ സഹോദരൻ്റെ മകൻ്റെ നിക്കാഹിൻ്റെ സമയത്ത് അവൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഭർത്താവിന് അയച്ചു കൊടുത്തു. പക്ഷേ ഭർത്താവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ചോദിച്ചത്, നീ എന്തിനാണ് അത്രയും ചേർന്ന് അവനോടൊപ്പം നിന്നത്? അപ്പോൾ അവർ ചോദിച്ചു, എൻ്റെ സഹോദരൻ്റെ മകനല്ലേ, ഹറാമൊന്നുമല്ലല്ലോ. അപ്പോൾ ആരാണെങ്കിലും, അതിപ്പോൾ സഹോദരനാണെങ്കിലും വാപ്പയാണെങ്കിലും ഒക്കെ ഒരകലം ഉണ്ടാകണം എന്ന് പറഞ്ഞത് ഇവർക്കത് തീരെ മാനസികമായി ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അപ്പോൾ അവരുമായിട്ടൊരു ചെറിയ അകൽച്ച അവർക്കുണ്ട്, അങ്ങനെ നിൽക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞത് അവർക്കതൊരു വല്ലാത്ത പ്രയാസമുണ്ടായി.
അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് അദ്ദേഹത്തോട് മടുപ്പ് ആയി വരുന്നു, ഒരു അകൽച്ച ഉണ്ടായി വരുന്നുണ്ട്. എന്താണ് ഈ സങ്കടം, എങ്ങനെയാണ് ഞാൻ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ചോദിച്ചത്. ഗീറത്ത് എന്ന് പറയും നമ്മളിപ്പോൾ എന്താ അപ്പം അതിനൊരു നല്ല മലയാളം പറയാനൊരു ആത്മരോഷം എന്നൊക്കെ നമ്മൾ പറയാലോ. അതായത് എൻ്റെ ഭർത്താവ് എനിക്ക് മാത്രമായിരിക്കണം, എൻ്റെ ഭാര്യ എൻ്റേതു മാത്രമായിരിക്കണം, അതിനെ മറ്റാരെങ്കിലും അപഹരിക്കുകയോ മറ്റെന്തെങ്കിലും നിലക്കെടുക്കുകയോ ചെയ്താൽ അതിനോട് നമുക്കുണ്ടാകുന്ന ഒരു പ്രതിഷേധമുണ്ടല്ലോ, ആ പ്രതിഷേധത്തിന് നമ്മൾ ആത്മരോഷം എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഞാനിപ്പോൾ ഒരു സ്ത്രീയോട് വളരെ മാന്യമായി സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അവൾ എന്നോട് സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, എനിക്കത് തെറ്റില്ല, വേറൊരാൾ കണ്ടാലും ഒരു പക്ഷേ അത് തെറ്റുണ്ടാവില്ല. എന്നാൽ എന്താ വെച്ചാൽ എൻ്റെ ഭാര്യ ഞാൻ തെറ്റല്ലാതെ ചെയ്യുന്ന, ഒരിക്കലും തെറ്റെന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ ഞാൻ എൻ്റെ സഹപ്രവർത്തകയോടോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളിൽപ്പെട്ട ഒരാളോടോ സംസാരിക്കുന്നത് ഉൾക്കൊള്ളാൻ എൻ്റെ ഭാര്യയ്ക്ക് പറ്റൂല. അതേപോലെ തന്നെ അവളൊരു പുരുഷനോട് സംസാരിക്കുന്നത് ഒരു പക്ഷേ എനിക്കും ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇതിന്ന് ആരും അതീതരല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു വീട് താമസിക്കുന്ന സമയത്ത് നബി നട്ടപ്പായരൊക്കെ എഴുന്നേറ്റ് പോവുകയാണ്. അവിടുത്തെ മക്ബറയിൽ ശ്മശാനത്തിൽ പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് എഴുന്നേറ്റ് പോകുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ആരും അറിയാതെ നബിൻ്റെ പിറകെ എന്ത് ചെയ്യാണ്, പിന്തുടർന്ന് പോവുകയാണ്. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ നബി ഖബർസ്ഥാനൊക്കെ പോണത്, അവിടുന്ന് പെട്ടെന്ന് തിരിച്ചു വന്നു, ഓടിക്കതച്ച് നബി എത്തുന്ന മുന്നേ എത്താൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നു എന്നാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ നബിക്ക് മനസ്സിലായി അവർ വന്ന് കിടക്കുകയാണ്, ഈ കഥപ്പും കാര്യമൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞാൽ ഈ നബി ഏതെങ്കിലും ഭാര്യമാരുടെ വീട്ടിലേക്ക് പോയതായിരിക്കാം എന്നാണ് ആര് വിചാരിക്കണത്? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ആയിഷ റളിയല്ലാഹു കൊടുത്ത ദിവസത്തിൻ്റെ അന്ന് അവരറിയാതെ രാത്രി എഴുന്നേറ്റ് വേറെ ഭാര്യമാരത്തേക്ക് പോവില്ല. നബി നീതിപൂർവം പെരുമാറുന്ന ആളാണ്. അപ്പോൾ അവർക്ക് കൊടുത്ത ദിവസത്തിൽ അവരെ തന്നെ ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹിനെ കുറിച്ച് വിശ്വാസം ഉണ്ടായിട്ടും ഒരു തെറ്റും റസൂലുള്ള ചെയ്യില്ലെന്നറിഞ്ഞിട്ടും തന്നെ ഒരിക്കലും വഞ്ചിക്കില്ലെന്നൊക്കെ ഉറപ്പായിട്ടും നബിനെ സംശയിച്ച് പുറകെ പോയെങ്കിൽ അത് എന്ത് കാര്യത്തിലാണ്? വേറെ ഭാര്യമാരത്ത് പോകുമെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ അത്രമാത്രം ഗീറത്ത് എന്തുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കെടുത്ത്. ഇതിപ്പോൾ നമ്മുടെ ഉമ്മമാരായിട്ടുള്ള ഏറ്റവും ഉത്തമ സമൂഹത്തിൽപ്പെട്ട ആളുകളുടെക്കും മനുഷ്യനെന്ന നിലയ്ക്ക് ഈ മാനസികാവസ്ഥ ഉണ്ട് ഇതാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കണം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഇത്രയും ഇതായ ഒരാളെ കൂടെ ഞാൻ നിന്ന്, ആളല്ലാത്തൊരാളെ കൂടെ ഞാൻ നിൽക്കുമ്പോൾ അതിലൊക്കെ ഇപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഒരു തെറ്റും അതിൽ കാണേണ്ടതില്ല. പക്ഷേ ഭർത്താവിനത് കാണുമ്പോൾ ഇങ്ങനെ തോന്നിയെങ്കിൽ അത്തരം തോന്നലുകൾക്ക് അവസരമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലായിരിക്കും ഭർത്താവിൻ്റെ വിശ്വാസ്യതക്കും അയാളെ മാനസികമായി സമാധാനിപ്പിക്കാനൊക്കെ നല്ലത്. തെറ്റല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ചെയ്തുകൂടെ എന്നല്ല. അയാൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. നമ്മൾ പിന്നെ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കുറഞ്ഞ സമയത്തിൽ കുറച്ച് ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഉത്തരം നൽകിയിട്ടുള്ളത്. എങ്കിൽ പോലും ചോദ്യങ്ങൾ അയച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ചോദ്യങ്ങൾ തന്നെ 2-3 ചോദ്യങ്ങൾ കൂട്ടിയിട്ടാണ് പലപ്പോഴും ഈ ചോദ്യങ്ങളിലുള്ള ഉത്തരങ്ങൾ നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ച അതേപോലെ തന്നെ അല്ല ചോദ്യങ്ങൾ എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് മറുപടി അതിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ചൊവ്വാഴ്ച നമുക്ക് വീണ്ടും ഈ ലൈവിൽ നമുക്ക് കാണാം. വഖദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.